അടുത്ത മോഡൽ ജനോമിൻ്റെ ആനിവേഴ്സറി എഡിഷൻ മോഡലാണ് 1522 PG എന്നാണ് ഈ മോഡലിൻ്റെ നെയിം. ഇതിനകത്ത് നമുക്ക് എല്ലാ ഫീച്ചേഴ്സും ഇതിനകത്ത് ഇൻക്ലൂഡഡ് ആണ്. എല്ലാ ഡിസൈനുകളുടെ ഇപ്പം നമുക്ക് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ എല്ലാത്തിൻ്റെ ലെങ്ത്തും വിഡ്ത്തും എല്ലാം നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. ഇതിനകത്ത് ടിന്നീഡിലും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇത് നമ്മൾ ഏറ്റവും ബെസ്റ്റ് റേറ്റിൽ തന്നെ നമ്മൾ ചെയ്യുന്നതാണ്. ഇതിനകത്ത് അക്സസറീസും കാര്യങ്ങളെല്ലാം ഉണ്ട്. പിന്നെ അതുകൂടാണ്ട് ബോബിനും ഇതൊക്കെ ഇടാനായിട്ടുള്ള ഓപ്ഷനും കാര്യങ്ങളെല്ലാം ഇതിൻ്റെ ഒപ്പം ഇൻക്ലൂഡഡ് ആണ്. അല്ലെങ്കിലും നല്ല അത്യാവശ്യം നല്ല ഒരു കവറും കൂടി ഇതിൻ്റെ ഒപ്പം ഇൻക്ലൂഡഡ് ആണ്. ഇതിൻ്റെ ഒപ്പം വരുന്ന ഇതാണ്, ഇൻബിൽറ്റ് ആയിട്ട് വരുന്നതാണ് അത്. പിന്നെ ഇതിനകത്ത് നമുക്ക് ഫീച്ചേഴ്സ് എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 36 ടൈപ്പ് സ്റ്റിച്ച് ഫങ്ഷൻസ് ആണ് വരുന്നത്. ഇതിനകത്ത് ഉഷ ജനോമിൻ്റെ ഡയറക്റ്റ് കമ്പനി വാറണ്ടി കാര്യങ്ങൾ 2 വർഷത്തേക്ക് ഓൺസൈറ്റ് വാറണ്ടി ഫ്രീ ഓഫ് കോസ്റ്റ് ആണ്. അതുകൂടാണ്ട് എന്തെങ്കിലും ഡെമോ, നമുക്ക് ഫസ്റ്റ് ഡെമോ നിങ്ങൾക്ക് വീട്ടിൽ ആൾ വന്ന് തയ്ച്ച് കാണിച്ച് പഠിപ്പിച്ചു തരും. ഫ്രീ ഓഫ് കോസ്റ്റ് ആണ്. അതിന് പൈസ ചിലവോ കാര്യങ്ങളോ ഒന്നുമില്ല. പിന്നെ ഇത് നമുക്കിത് ഏറ്റവും ബെസ്റ്റ് പ്രൈസിൽ തന്നെ നമുക്ക് ശ്രാമ്പിക്കലിൽ നിന്ന് കൊടുക്കാൻ പറ്റും. അതുകൂടാണ്ട് ഈ വീഡിയോ കണ്ടിട്ട് വരുന്നവർക്ക് സ്പെഷ്യൽ ഡിസ്കൗണ്ടും നമ്മൾ ചെയ്ത് കൊടുക്കുന്നതാണ്. ഇന്നിപ്പോൾ നമ്മൾ പരിചയപ്പെടാൻ പോണത് കുറച്ച് ടേബിൾ ടോപ്പ് മെഷീനുകളാണ്. അത് നമുക്ക് ബ്രാൻഡിങ് ആയിട്ടുള്ളത് സിംഗർ ഉണ്ട്, ഉഷ ജനോം ഉണ്ട്. ഇത് രണ്ടുമാണ് നമുക്ക് ഏറ്റവും ബ്രാൻഡഡ് ആയിട്ട് വരുന്ന 2 കമ്പനികൾ. പിന്നെ ലോക്കൽ മെഷീൻസ് ഉണ്ട്. ലോക്കൽ മെഷീൻസ് ഒന്നും നമ്മൾ ചെയ്യുന്നില്ല. ഇതിനകത്ത് സിംഗറിനകത്ത് ബേസ് മോഡലിൽ തുടങ്ങുന്നത് സിംഗറിൻ്റെ സ്റ്റാർട്ട് 1306 എന്ന് പറഞ്ഞ മോഡലാണ് ബേസ് ആയിട്ട് വരുന്നത്. അതിൻ്റെ അടുത്ത മോഡൽ സിംഗറിൻ്റെ തന്നെ SM024 എന്ന് പറഞ്ഞ മോഡലാണുള്ളത്. അതിനകത്ത് നമുക്ക് 24 ടൈപ്പ് സ്റ്റിച്ചസും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അടുത്തത് സിംഗറിൻ്റെ ഏറ്റവും പോപ്പുലർ ആയിട്ടുള്ള മോഡലാണ് സിംഗർ 8280. ഇതിനകത്ത് ബിൽറ്റ് ഇൻ സ്റ്റിച്ചസ് ആയിട്ട് വരുന്നത് 7 എണ്ണമാണ് വരുന്നത്. അടുത്തത് സിംഗറിൻ്റെ സിമ്പിൾ എന്ന് പറഞ്ഞ മോഡലാണ് 3223 എന്നാണ് അതിൻ്റെ മോഡൽ നെയിം. അത് നമുക്ക് 24 ടൈപ്പ് സ്റ്റിച്ച് ഫങ്ഷൻസും കാര്യങ്ങളൊക്കെ എല്ലാം ഉണ്ടാവും. അടുത്തത് നമ്മൾ ഉഷ ജനോമിനകത്താണ് വരുന്നത്. ഉഷ ജനോമിൻ്റെ ഡ്രീം സ്റ്റിച്ച് അല്ലെങ്കിൽ മാർവല എന്ന് പറഞ്ഞ 2 മോഡലുകളാണ് ബേസ് ആയിട്ട് വരുന്നത്. രണ്ടിനകത്തും 14 ടൈപ്പ് സ്റ്റിച്ചസ് ആണ് ഉള്ളത്. ഇത് നമുക്ക് സൈസിൽ തന്നെ ചെറുതായിരിക്കും. അതുകൂടാണ്ട് സ്പീഡും കുറവായിരിക്കും ജനോമിൻ്റെ. നെക്സ്റ്റ് മോഡലായിട്ട് വരുന്നത് ഉഷ ജനോം ഡയറക്റ്റ് ആനിവേഴ്സറി എഡിഷൻ ആയിട്ടുള്ള ഈ മോഡലാണ്. ഇതിനകത്ത് നമുക്ക് 311 PG എന്നാണ് ഇതിൻ്റെ മോഡൽ നെയിം. ഇത് നമ്മൾ ബെസ്റ്റ് റേറ്റിൽ തന്നെ നമ്മൾ ചെയ്തു തരുന്നതാണ്. ഇതിനകത്ത് ഉഷ ജനോമിൻ്റെ ഏറ്റവും പോപ്പുലർ ആയിട്ട് വരുന്ന മോഡലാണ് ഉഷ അല്ലൂർ ഡിലക്സ്. ഇതിനകത്ത് ഓട്ടോ നീഡിൽ ത്രെഡർ ഉണ്ടാവും. പിന്നെ ബോബി വൈൻഡർ. ഇതിനകത്ത് എന്തെങ്കിലും എംബ്രോയിഡറിയോ കാര്യങ്ങളൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് പല്ലുമ ഫ്രെയിം ഇടാണ്ട് തന്നെ നമുക്ക് പല്ല് താഴ്ത്തിടാനായിട്ടുള്ള ഓപ്ഷനും കാര്യങ്ങളൊക്കെ ഉണ്ട് എംബ്രോയിഡറിക്ക് വരുന്നത്. ഇതൊക്കെ ജീൻസ് അടിക്കാവുന്ന ടൈപ്പ് തന്നെയാണ് വരുന്നത്. ഇതിനകത്ത് 21 ടൈപ്പ് സ്റ്റിച്ച് ഫങ്ഷൻസ് ആണ് വരുന്നത്. അതിൻ്റെ അടുത്ത മോഡലാണ് XLR ഡീലക്സ്. XLR ഡീലക്സും അല്ലൂർ ഡീലക്സും ഒരേ കാറ്റഗറിയിൽ തന്നെ വരുന്നതാണ്. അതിനകത്ത് രണ്ടും പ്രൈസിംഗ് ഒക്കെ ഒരേ രീതിയിൽ തന്നെയാണ് വരുന്നതും. ഇതിനകത്ത് 21 ടൈപ്പ് സ്റ്റിച്ചസ് ആണ് ഉള്ളത്. ഇത് അടുത്ത മോഡലായിട്ട് വരുന്നത് വണ്ടർ സ്റ്റിച്ച് ആണ് വരുന്നത്. വണ്ടർ സ്റ്റിച്ചും അല്ലൂർ ഡീലക്സും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സ്റ്റിച്ചിനകത്ത ഫംഗ്ഷനില ഒന്നിനകത്തും ഒരു വ്യത്യാസമില്ല. ഇതിനകത്ത് നമുക്ക് കൂടെ ഇതിൻ്റെ ഒപ്പം ഒരു ഹാർഡ് കേസ് ആയിട്ടുള്ള ഒരു സെറ്റപ്പ് ഉണ്ടാവും. നമുക്കൊരു സൂട്ട് കേഴ്സൊക്കെ പോലെ കൊണ്ടുനടക്കാവുന്ന സെറ്റപ്പ്. ഇതിനകത്ത് നമുക്ക് 4 സ്റ്റെപ്പ് ബട്ടൺ ഹോളുകളാണ് ഈ 4 എണ്ണത്തിനകത്തും വരുന്നത്. അടുത്ത മോഡലാണ് വണ്ടർ സ്റ്റിച്ച് പ്ലസ് എന്ന് പറഞ്ഞ മോഡൽ. വണ്ടർ സ്റ്റിച്ച് പ്ലസിനകത്ത് 36 ടൈപ്പ് സ്റ്റിച്ച് ഫങ്ഷൻസ് ഉണ്ടാവും. അതിനകത്ത് നമുക്ക് ഓട്ടോ നീഡിൽ ത്രെഡറും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. പിന്നെ ബട്ടൺ ഹോള് 1 സ്റ്റെപ്പ് ആയിരിക്കുള്ളൂ. ഒരു ബട്ടൺസ് വെച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ അളവിൽ തന്നെ ബട്ടൺ ഹോള് ഓട്ടോമാറ്റിക്കായിട്ട് അടിച്ചു തരുന്ന മോഡലാണ്. പിന്നെ ഇത് ഈ മെഷീനുകളുടെ ഈ ബേസ് മോഡലുകളിലെ ഒഴിച്ചിട്ട് ബാക്കി എല്ലാ മോഡലുകളിലും 6 വിഡ്ത്ത് മാത്രമേ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ബാക്കി ഡിസൈനുകളുടെ വിഡ്ത്തൊന്നും അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റില്ല. അത് ഈ അല്ലൂർ ആണെങ്കിലും XL ആണെങ്കിലും വണ്ടർ സ്റ്റിച്ച് ആണെങ്കിലും ഇതിനകത്ത് 6 വിഡ്ത്ത് മാത്രം. അതിനകത്ത് നമുക്ക് 36 ഫങ്ഷൻസ് ഉണ്ടെങ്കിലും അതിൻ്റെ 6 എല്ലാ ഡിസൈനുകളുടെയും ലെങ്ത്തും വിഡ്ത്തും നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. അതിന് എക്സ്ട്രാ ഒരു നോബും കൂടി ഉണ്ട്, വിഡ്ത്ത് നോബുണ്ട് അതിനകത്ത്. അതിൻ്റെ അടുത്ത മോഡലായിട്ട് വരുന്നതാണ് സ്യൂ മാജിക് എന്ന് പറഞ്ഞ മോഡൽ. സ്യൂ മാജിക് നമുക്ക് മിനി കമ്പ്യൂട്ടറൈസ്ഡ് എന്നാണ് അതിനെ പറയണത് തന്നെ. അതിനകത്ത് നമുക്ക് സാധാരണ നോർമലി എല്ലാ വിഷയത്തിനും ആക്സിലേറ്റർ ഉണ്ടെങ്കിലാണ് വർക്ക് ചെയ്യിക്കാൻ പറ്റുള്ളൂ. അതിനകത്ത് നമുക്ക് ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ അതിനകത്ത് സ്റ്റാർട്ട് ആൻഡ് സ്റ്റോപ്പ് ബട്ടണും കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. അതിനകത്ത് 30 ബിൽറ്റ് ഇൻ സ്റ്റിച്ചസ് ആണ് വരുന്നത്.
നമ്മളിന്ന് ടേബിൾ ടോപ്പ് തയ്യൽ മെഷീനുകളാണ് പരിചയപ്പെട്ടത്. നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്നവർ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും നമ്മുടെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എല്ലാവരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ പുതിയൊരു വീഡിയോ കാണുന്നവരെ എല്ലാവർക്കും ശുഭദിനം.